സോ അങ്ങനെ നമ്മൾ പുഡിങ് അടിപൊളിയായിട്ട് വന്നച്ചാ ചെയ്തപ്പോ കണ്ടില്ലേ, നല്ല അലുവ കഷ്ണം പോലെ മുറിഞ്ഞു വരുന്നുണ്ട്. കറക്റ്റ് നമ്മുടെ അകാർ കറക്റ്റ് ആയിട്ടുണ്ട്. അച്ഛാ എനിക്ക് എന്തെങ്കിലും സ്വീറ്റ് കഴിക്കാൻ തോന്നുന്നു. നമ്മുടെ കയ്യിലോ ക്യാരറ്റ് ഒത്തിരി ഇരിപ്പുണ്ടല്ലോ, ക്യാരറ്റ് ഹൽവ ചെയ്താലോ? സ്വീറ്റ് കഴിക്കാനല്ലോ, പഞ്ചസാരയുടെ കൂട്ടിലുണ്ടാക്കുന്നത്. എപ്പോഴും ക്യാരറ്റ് ഹൽവയല്ലേ ഉണ്ടാക്കുന്നത്. സോ ഇന്ന് വെറൈറ്റി ഒരു ക്യാരറ്റ് പുഡിങ് ഉണ്ടാക്കാം. പുഡിങ് സംഭവം സൂപ്പറാ. വാ, ഈ സാധനത്തിൻ്റെ പേരാണ് ചൈന ഗ്രാസ് അഥവാ അകാർ. ഇത് നമ്മളൊരു 16 ഗ്രാം എടുത്തിട്ടുണ്ട്. അതൊന്ന് സോക്ക് ആവാൻ വേണ്ടി കുറച്ച് വെള്ളത്തിനകത്തോട്ട് മുക്കി വയ്ക്കുകയാണ്. ഒരു 20 മിനിറ്റ് എങ്കിലും വെക്കണം. അപ്പം ക്യാരറ്റ് പുഡിങ്ങിൻ്റെ ബേസിക് ഇൻഗ്രീഡിയൻ്റായ ക്യാരറ്റാണ്. നമുക്ക് മിനിമം ഒരു 6 ക്യാരറ്റ് എടുക്കാം. 6 ക്യാരറ്റ് 1 ലിറ്റർ പാല്, ഇതാണ് ഇതിൻ്റെ ഒരു കോമ്പിനേഷൻ. അപ്പം നമ്മുടെ ക്യാരറ്റ് നല്ലത് ഇതേപോലെ സ്ലൈസ് ആയിട്ട് കട്ട് ചെയ്യണം. സ്ലൈസ് ആയിട്ട് കട്ട് ചെയ്യുമ്പോൾ എന്താണെന്ന് പറഞ്ഞാൽ ഇത് വേവിക്കുമ്പോൾ പെട്ടെന്ന് വെന്ത് വരാൻ വേണ്ടിയാണ്. അപ്പം നമ്മുടെ നെക്സ്റ്റ് പ്രോസസ്സാണ് ഇതിലേക്ക് 1 ലിറ്റർ പാല് ആഡ് ചെയ്യുക. എക്സാക്റ്റ് നമ്മളൊരു 6 ക്യാരറ്റിന് വേണ്ടി 1 ലിറ്റർ പാലാണ് എടുക്കുന്നത് ഇവിടെ. സോ ഇതിനകത്ത് വെള്ളം ഒട്ടും തന്നെ ആഡ് ചെയ്യുന്നില്ല. ഇതിലേക്ക് ക്യാരറ്റും കൂടി സ്ലൈസ് ചെയ്തത് അരിഞ്ഞിടുകയാണ്. ഇനി ഇതൊന്ന് തിളച്ച് വരിക. ഒരു 10 to 15 മിനിറ്റ്സ് എടുക്കും ഏകദേശം. ക്യാരറ്റ് ഏകദേശം ബോയിലായി വരുന്നുണ്ട്. ഇതിലേക്ക് നമ്മളൊരു 150 ഗ്രാം പഞ്ചസാര ആഡ് ചെയ്തിട്ടുണ്ട്. പഞ്ചസാരയുടെ കൂടെ തന്നെ നമ്മൾ ആഡ് ചെയ്യുന്ന അടുത്തൊരു പ്രോഡക്റ്റാണ് കണ്ടൻസ്ഡ് മിൽക്ക്. ഇതൊരു ഹാഫ് ബോട്ടിൽ കണ്ടൻസ്ഡ് മിൽക്കും കൂടി ആഡ് ചെയ്യുന്നതാണ് ഇതിലേക്ക്. എന്നിട്ട് നല്ലപോലെ ഒന്ന് ഇളക്കി കൊടുക്കുക. ഈ തിളച്ച് വന്നതിനകത്ത് നല്ലൊരു ഫ്ലേവറിന് വേണ്ടിയിട്ട് കുറച്ച് ഏലക്കാപ്പൊടിയും കൂടി ചേർക്കുന്നുണ്ട്. അപ്പം നമ്മുടെ മിക്സ് നല്ലപോലെ ബോയിലായിട്ട് വന്നിട്ടുണ്ട്. അടുത്ത നെക്സ്റ്റ് പ്രോസസ്സ് എന്ന് പറഞ്ഞാൽ ഈ മിക്സ് നല്ലപോലെ മിക്സിയിലിട്ട് അരച്ചെടുക്കുക. പേസ്റ്റ് പരുവത്തിലാക്കി എടുക്കുക. മിക്സിയിൽ നല്ലപോലെ അരച്ച് ഇതേ എടുത്തിട്ടുണ്ട്. ഏകദേശം ഈ ഒരു കൺസിസ്റ്റൻസിയിൽ വന്നിട്ടുണ്ട് സാധനം. ആദ്യം നമ്മൾ ചൈന ഗ്രാസ് കുറച്ച് നേരം വെള്ളത്തിൽ സോക്ക് ചെയ്ത് വെച്ചായിരുന്നു. അതിന് നല്ല തിളച്ച വെള്ളത്തിലോട്ടിട്ട് ഒന്ന് അലിയിച്ചെടുക്കണം. സോ ഏകദേശം 16 ഗ്രാമോളം ചൈന ഗ്രാസാണ് നമ്മൾ എടുത്തേക്കുന്നത്. സോ നോർമലി ജലാറ്റിന് പകരമായിട്ടാണ് യൂസ് ചെയ്യുന്നത്. ചൈന ഗ്രാസ് ഏകദേശം നല്ലപോലെ ലിക്വിഡ് പരുവത്തിലായിട്ടുണ്ട്. ഇതാണ് ഇതിൻ്റെ കൺസിസ്റ്റൻസി. അപ്പം നമ്മുടെ മിക്സ് എല്ലാം കൂടി ഒരു ഗ്ലാസ് ട്രേയിലേക്ക് മാറ്റിയിട്ടുണ്ട്. ഇനി ഇതൊന്ന് തണുത്തതിന് ശേഷം ഫ്രിഡ്ജിലേക്ക് എടുത്ത് വയ്ക്കാം. ഒരു 2 to 3 അവേഴ്സ് ഫ്രിഡ്ജിൽ ഇരിക്കുമ്പോഴത്തേക്ക് ഇത് കറക്റ്റ് ഒരു കൺസിസ്റ്റൻസിയിൽ വരും. അപ്പം നമ്മുടെ പുഡിംഗ് ഏകദേശം റെഡി ആയിട്ടുണ്ട്. ഒരു 3 മണിക്കൂർ നമ്മൾ ഫ്രിഡ്ജിൽ വെച്ചിട്ടുണ്ടായിരുന്നു. ഇപ്പം കറക്റ്റ് കൺസിസ്റ്റൻസിയിൽ സെറ്റ് ആയിട്ടുണ്ട്. അപ്പം എൻ്റെ ടെസ്റ്റേഴ്സ് ഇവിടെ ഓൾറെഡി റെഡി ആയിരിക്കുകയാണ്. ഇനിയിപ്പം നമുക്ക് വേറൊരു പ്ലേറ്റിലോട്ട് ഇത് മാറ്റാവുന്നതാണ്. ടെസ്റ്റർ നമ്പർ 1 ആൻഡ് ടെസ്റ്റർ നമ്പർ 2. ഏതോ ഒരു ടെസ്റ്റർ ഇവിടെ പ്ലേറ്റ് പിടിച്ചോണ്ട് വരുക. അവർ വിശക്കുന്നുണ്ടായിരുന്നു. പെട്ടെന്ന് താരണമാണ് പറഞ്ഞിട്ട്. ആദ്യം നമ്മുടെ സൈഡ് ഒന്ന് ചെറുതായിട്ട് ഇങ്ങനെ മാറ്റി കൊടുക്കുക. അപ്പം വരാൻ എളുപ്പമായിരിക്കും. സോ അങ്ങനെ നമ്മള് പുഡിങ് അടിപൊളിയായിട്ട് വന്നച്ചാ നല്ല സെറ്റായിട്ട് വന്നിട്ടുണ്ട്. ഒത്തിരി ഹാർഡും അല്ല, ഒത്തിരി ഇതുമല്ല, നല്ല സോഫ്റ്റ് ആയിട്ടുള്ളതാണ്. ചെയ്തപ്പോ കണ്ടില്ലേ, നല്ല അലുവ കഷ്ണം പോലെ മുറിഞ്ഞു വരുന്നുണ്ട്. കറക്റ്റ് നമ്മുടെ അകാർ കറക്റ്റ് ആയിട്ടുണ്ട്. ഇനി ടേസ്റ്റിംഗ് ടൈം. അച്ഛാ, he is waiting. Meenu, you have to taste and tell, okay? It tastes super great. Okay, I will try. Yeah, it's awesome. But just wait. Try yourself. Just wait. Super. അപ്പം നമ്മുടെ പുഡിങ് അടിപൊളിയായിട്ട് വന്നിട്ടുണ്ട്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. കാര്യം എന്ന് പറഞ്ഞാൽ ഇത് നല്ല ടേസ്റ്റ് ഉണ്ടുള്ളത് പറഞ്ഞു കഴിഞ്ഞാൽ. സാറ് ഫുൾ അടിയോടടിയ. ഓ, ടേസ്റ്റ് ഉണ്ടപ്പാ? ടേസ്റ്റ് ഉണ്ടോ? അവന്